Page number 37. A teacher for all seasons. Okay. ഇന്നലെ എടുത്ത രണ്ട് സ്റ്റാൻസ് മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. സ്പീഡിൽ പോവാം. കുഞ്ഞു പോയല്ലേ? A teacher is like a spring. In the first stanza, the poet compares a teacher to the spring. കാരണം എന്താ? ഒന്നാമത്തെ സ്റ്റാൻസില് ടീച്ചറിനെ ഏത് സീസണായിട്ടാണ് നമ്മുടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നത്? സ്പ്രിംഗ് സീസൺ ആയിട്ടാണ് അല്ലേ? Who nurtures new green sprouts, encourages and leads them whenever they have doubts. Okay, spring season പ്രത്യേകത ഞാൻ പറഞ്ഞു അല്ലേ? In the spring season we can see the birth of new plants. പുതിയ ചെടികളുടെ ബർത്ത്, അതായത് കുഞ്ഞു കുഞ്ഞു ചെടികൾ വളരുന്നത് ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ് അല്ലേ? Who nurtures new green sprouts? സ്പ്രിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? Spring provide light, water, everything to the new green sprouts. Like that, a teacher gives his or her full caring to her children. അല്ലേ? ഒരു സ്പ്രിംഗ്, നമ്മുടെ സ്പ്രിംഗ് സീസൺ അതിന്റെ പുതിയ വളരുന്ന ചെടികൾക്ക് വേണ്ടിയിട്ട് വെള്ളവും ലൈറ്റും സൺലൈറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ? ഡ്യൂ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? സൺലൈറ്റ് പോലെ തന്നെ ട്രൂ ലൈറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ? ശരിയായ വെളിച്ചം കൊടുത്ത് ആ കുട്ടീനെ ശരിയായ പാത്തിലേക്ക്, റൈറ്റ് പാത്തിലേക്ക് നയിക്കുന്നത് ആരാണ്? ലീഡ് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണല്ലേ? ജസ്റ്റ് എസ് എ വൺ ബോറഡി ആണല്ലേ ക്ലാസ്? Then whenever they have doubts, teacher എന്ത് ചെയ്യണം? She wants to clear all doubts of the children അല്ലേ? കുട്ടികളുടെ എല്ലാ ഡൗട്ട്സും തീർത്തു കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ആര് തീർത്തു കൊടുക്കുന്നത്? ടീച്ചേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു എല്ലാം എന്ന് പറ്റുന്നില്ല, ടീച്ചേഴ്സ് മനുഷ്യർ തന്നെയാണ് അല്ലെ? അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും തീർത്തു കൊടുക്കുന്ന ആരാണ്? ടീച്ചേഴ്സ് ആണ്. She is like a friend. She guides the children to a right path. Okay. A teacher contribute everything to the development of a child. അല്ലെ? ടീച്ചർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് സീസൺ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ, സൺലൈറ്റ് കൊടുക്കുന്നത് പോലെ, ഡ്യൂ ഡ്രോപ്സ് കൊടുക്കുന്ന പോലെ, വാട്ടർ കൊടുക്കുന്ന പോലെ ടീച്ചർ ചെയ്യുന്നുണ്ട്. ടീച്ചറിന് അറിയാവുന്ന എല്ലാം ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? തന്റെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then okay, അപ്പൊ ഫസ്റ്റ് ആൻസർ ക്ലിയർ അല്ലേ? A teacher protects her child, protects her children as spring season. സ്പ്രിംഗ് സീസണെ പോലെ തന്നെ സ്പ്രിംഗ് സീസൺ അതിൽ വളരുന്ന ആ ന്യൂ പ്ലാന്റ്സിനെ എങ്ങനെയാണോ പരിചരിക്കുന്നത്, എങ്ങനെയാണോ കെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ടീച്ചർ തന്റെ കുട്ടികളെയും കെയർ ചെയ്യുന്നത്. ഓക്കെ. A teacher is like a summer. A teacher is like a summer. What is the specialty of summer? During summer season, our sun is warm and bright. അത്രയും ബ്രൈറ്റ് ആയിട്ട് ജ്വലിച്ചു നിൽക്കുന്ന സമയം ഏതാണ്? സമ്മർ സീസൺ ആണ് അല്ലെ? സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം സമ്മർ സീസൺ ആണ്. ആൻഡ് okay, a teacher is like a summer whose sunny temperament makes studying a pleasure, preventing discontent. എന്താ പറയുന്നത്? Like the sun, she also provides the bright light to the children. അല്ലെ? സണ്ണിനെ പോലെ തന്നെ, സൂര്യനെ പോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ്, സൂര്യന്റെ ബ്രൈറ്റ് ലൈറ്റ് പോലെ തന്നെ ടീച്ചർ തന്റെ കുട്ടികൾക്ക് വേണ്ടി എന്താ കൊടുക്കുന്നത്? ഷി പ്രൊവൈഡ്സ് ലൈറ്റ്. ഇവിടെ ലൈറ്റ് എന്താണ്? നോളജ് ആണ്, ഇൻഫർമേഷൻ ആണ്, അറിവാണ് അല്ലെ? അറിവാകുന്ന വിളിച്ച് ആരിലേക്കാണ്? കുട്ടികൾക്ക് ടീച്ചർ നൽകുകയാണ് ചെയ്യുന്നത്. Then okay, a teacher is like a summer whose sunny temperament makes studying pleasure, preventing discontent. ഇവിടെ pleasure എന്താണ്? സന്തോഷാണ് അല്ലേ? She is ready to give all the happiness to the children and she don't want to give unhappiness to the children. ടീച്ചർക്ക് എന്ത് വേണ്ട? അൺഹാപ്പിനെസ്, സന്തോഷമില്ലായ്മയെ കുട്ടികളിലേക്ക് കൊടുക്കണ്ട അല്ലേ?
She's ready to give all her carings, all her happiness, everything to the children. Okay, then third stanza. A teacher is like a fall. Fall means autumn season. Autumn season. In this autumn season, fruits mature and leaves get bright color. Okay. Autumn season പ്രത്യേകത എന്താണ്? പഴങ്ങളൊക്കെ വളർന്ന് പഴുക്കാനാവുന്ന സമയമാണ് അല്ലേ? Fruits mature and the leaves get ഇലകൾക്കൊക്കെ bright colors, നല്ല കട്ടി കളർ കിട്ടുന്ന സമയമാണ് ഏത്? Autumn season. Autumn season അല്ലെങ്കിൽ fall season. Okay. Okay. A teacher is like a fall. Fall means autumn season, with methods crisp and clear, lessons of bright colors and happy atmosphere. She giving her children a happy atmosphere. അല്ലേ? പഠിക്കാൻ എന്ത് വേണം? ഒരു happy atmosphere വേണം. അല്ലേ? നല്ല അന്തരീക്ഷത്തിൽ മാത്രമേ എന്ത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ she is ready to give happy atmosphere to the children. Then she is also giving bright colors, lessons of bright colors. അല്ലേ? എത്ര ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട്, എത്ര പോയംസ് പഠിപ്പിക്കുന്നുണ്ട്, എത്ര സ്റ്റോറീസ് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? She teaches the bright colors of lessons. She teaches the bright colors of lessons. Okay. A teacher is like a winter. After that, in the fourth paragraph, fourth stanza, she says that our Giovanna Fett says that a teacher is like a winter. നാലാമത്തെ stanza എന്താ പറഞ്ഞത്? A teacher is like a winter season. In the winter, everything is dull and frozen. അല്ലേ? Winter season എന്താണ്? Everything is dull and frozen. എല്ലാം തണുത്തുറഞ്ഞതായിരിക്കും അല്ലേ? And okay, a teacher is like a winter because she makes sure that her students are warm and comfortable in her company despite any doubts that they may face. She also guides them, offering them all the benefit for own experience. Benisara? Okay. A teacher is like a winter. In the first stanza, she says that a teacher is like a winter. അല്ലേ? ഒരു ടീച്ചർ വിന്റർ സീസൺ പോലെയാണെന്നാണ് പറയുന്നത്. കാരണം എന്താ? കാരണം എന്താണ്? വിന്റർ സീസൺ ഭയങ്കര തണുപ്പാണ്, ഡൾ ആണെന്നൊക്കെ പറഞ്ഞു അല്ലേ? But the same winter season protects some animals also. ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിന് പറ്റും, നമ്മുടെ വിന്റർ സീസണിന് പറ്റും. Like the same way, like the winter, a teacher protects her children. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? വിന്റർ സീസൺ പോലെ തന്നെ തന്റെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? പുറത്ത് എത്ര തണുപ്പായാലും ഉള്ളിൽ ആ കുട്ടികൾക്ക് പുറത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടി അല്ലെ? കുട്ടികളെ കംഫർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കമ്പനി നൽകുന്ന ആരാണ്? ടീച്ചറാണ് അല്ലെ? Okay, a teacher is like a winter while it's snowing hard outside. പുറത്ത് മഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാലും കീപ്പിംഗ് സ്റ്റുഡൻസ് കംഫർട്ടബിൾ അല്ലെ? ഒരു കമ്പിളി പോലെ, ഒരു ബ്ലാങ്കറ്റ് പോലെ തന്റെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ടീച്ചറാണ്. While it's snowing hard outside, keeping students comfortable as a warm and helpful guide. Okay, she is a good guide for us. അല്ലെ? ടീച്ചറല്ലേ നമ്മുടെ ഗുഡ് ഗൈഡ്. ടീച്ചറല്ലേ പറഞ്ഞു തരും എങ്ങനെയാണ്, എന്താണ് ജീവിതം എന്നൊക്കെ പറഞ്ഞു തരുന്നത്. എല്ലാം പഠിപ്പിച്ചത് ആരാണ്? ടീച്ചറാണ് അല്ലെ? നിജാദ്, ആരോമൽ, അഫ്രാസ് ആൻഡ് ജോയൽ. ടേൺ ഓൺ എ വീഡിയോ. അല്ലാത്തവരെ ഞാൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ. Teacher, you do all these things. After that, in the last stanza, she says that, teacher, you do all these things for us. Teacher, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. ആരോമൽ, turn on a video. With a pleasant attitude. ഇതെന്ത് ചെയ്ത് തന്നു കഴിഞ്ഞാലും അല്ലേ? എന്തൊക്കെ ചെയ്ത് നമ്മൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നാലും she is always pleasant. അല്ലേ? എപ്പോഴും പ്ലസന്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറെ കാണാൻ വേണ്ടി പറ്റും അല്ലേ? ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്താ വെറുത്തുകൊണ്ട് ക്ലാസ് എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ക്ലാസ് എടുത്ത് തരില്ല നിങ്ങൾക്ക് അല്ലേ? എല്ലാ ടീച്ചറും എൻജോയ് ചെയ്യാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത്. ഓക്കെ.
Then you are a teacher for all season and you have my gratitude. Last two line എന്താ പറയുന്നത്? You are a teacher for all season. എല്ലാ സീസൺ ആയിട്ടും കമ്പയർ ചെയ്തല്ലേ നമ്മുടെ ജുവാന ഫെറ്റ്സ് അല്ലേ? ഈ 4 സ്റ്റാൻസിലും ആദ്യത്തെ 4 സ്റ്റാൻസസിൽ എന്താ പറയുന്നത്? She compares a teacher to all seasons and you have my gratitude. എന്നിട്ട് ടീച്ചറിനോട് എന്ത് പറയാണ്? You have my gratitude. എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആർക്കുള്ളതാണ്? നിനക്ക് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലെ? ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് ഫോർ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ മീനിങ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. What do you mean by gratitude? Okay, who is that? Is it Arshaz? Video clear. Okay. Teacher, you do all these things, അല്ലേ? Teacher, നിങ്ങൾ നമ്മൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു with a pleasant attitude. എങ്ങനെ? With a pleasant attitude. You are a teacher for all seasons. അല്ലേ? നീ എങ്ങനെയുള്ള ടീച്ചറാണ്? നീ ഈ 4 സീസണും എല്ലാം, സീസൺ എന്ന് വെച്ചാൽ വ്യത്യസ്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ 4 സീസൺ ആവാനും നിങ്ങൾക്ക് പറ്റും. And you have my gratitude. നിനക്കാണ് എന്റെ നന്ദി, കൃതജ്ഞത. Okay, that's a poem. It is a poem and she talks about and she gives a tribute to a teacher. Okay, do you have any doubts? Do you have any doubts? ഒന്ന് വായിച്ചേ ഹരിനന്ദേ. A teacher is like spring, who nature's new green sprout, encourages and leads them whenever they have doubt. A teacher is like summer, whose sunny temperament makes studying a pleasure, preventing discontent. A teacher is like fall, the method crisp and clear, desert of bright color, and a happy atmosphere. A teacher is like winter, while it is snowing hard outside, keeping students comfortable as a warm and helpful guide. Teacher, you do all these things with a pleasant attitude. You are a teacher for all seasons, and you have my gratitude. Okay, next. Jiva. Jiva has no proper range. Okay, Shanif. Shanif. വായിക്ക് ഷാനിഫേ. A teacher is like spring, how nature new green spot. sprouts. Encourages. അടിയാണ്. Encourages and lands them. Whenever they have doubts. A teacher is like summer, how summer
temperament makes studying as a pleasure. Pleasure. Preventing discontent. A teacher is late for which months Methods. Crisp and clear. grades and color. Clear. Crisp and Textbook തൊടലില്ല അല്ലേ ഷാനിഫേ? clear. Okay. And happy? And happy And a happy atmosphere. A teacher is like winter. Winter will it's showing heart Outside. Keeping Students comfortable as a warm and helpful guide. Teacher how do all these things with a pleasant attitude. You are a teacher for all section and you have my gratitude. Gratitude. Okay, take the next page. Page number 38. Page number 38. Enjoy the poem. Write the answers. First one. What is this poem about? Justice. What is this poem about? Tell me the answer. സീസൺസിനെ കുറിച്ച് ടീച്ചറിന്റെ സീസണിനെ കുറിച്ച് കണക്ട് ചെയ്ത് പറയും. ടീച്ചേഴ്സിനെ ഓൾ സീസണിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ. പക്ഷെ ഈ പോയം എന്തിനെ കുറിച്ചിട്ടാണ്? ടീച്ചർമാരെ കുറിച്ച്. Very good. This poem is about teachers and the significant roles of her. അല്ലേ? അവരുടെ significant roles എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ പോയം അല്ലേ? This poem is about teachers and significant role they play in the lives of students. അല്ലേ? This poem is about teachers and the significant roles they play in the lives of students. അല്ലേ? കുട്ടികളുടെ ജീവിതത്തില് അവൾ ചെലുത്തുന്ന സ്വാധീനം, the influence of a teacher in students' life also can be seen in this poem. Okay. And another question, second one. What do these phrases from the poem mean? നോക്ക, താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് ഫ്രേസും പോയത്തിലുള്ള രണ്ട് ഫ്രേസും എന്താണ് മീൻ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, സണ്ണി ടെമ്പറാമെന്റ്. സണ്ണി ടെമ്പറാമെന്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ആതിര? സണ്ണി ടെമ്പറാമെന്റ് എന്നുകൊണ്ട് പോയത്തില് പോയിട്ട് പറയുന്നത് എന്താണ്? സണ്ണി ടെമ്പറമെന്റ് എന്ന് പറയുന്നത് പറയാ. The phrase sunny temperament means a positive attitude. A positive attitude and cheerful nature of a teacher. അല്ലേ? ടീച്ചറിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനൂടെ സണ്ണി ടെമ്പറാമെന്റ് എന്ന ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. The phrase sunny temperament means positive attitude and cheerful life. Okay. Another one, which is the second phrase? Adira, which is the second phrase? Method. A teacher for all season. That is the second phrase. A teacher for all season. All season, alle? A teacher for all season. And ഇവിടെ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്?
എന്താ മീൻ ചെയ്യുന്നത് ആ phrase കൊണ്ട്? The phrase a teacher for all season refers to the importance of a teacher or influence of a teacher in student's life. Okay, that's enough. Next, pick out words from the poem that refer to a teacher and to nature. Write them under these two headings. Pick out the words from the poem to refer to a teacher and to nature. ടീച്ചറിനെയും നേച്ചറിനെയും റെഫർ ചെയ്യുന്ന വേർഡ്സ് പോയത്തിൽ നിന്നും എടുത്തെഴുതുക. ടീച്ചർ ഉണ്ട്, അവിടെ സീസൺസ് ഉണ്ട്. ഓക്കെ, 2 ഹെഡിങ് ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ ഓരോന്ന്. ടീച്ചറിനെ എന്തൊക്കെയാ പറയുന്നത്? ടീച്ചറിനെ ഏതൊക്കെ വേർഡ്സ് കൊണ്ടാണോ ഇവിടെ റെഫർ ചെയ്യുന്നത്? Nature. Nurtures. You can write the first one, nurtures. Teachers എന്നുള്ള കോളത്തിൽ എഴുതുക nurtures. Encourages, leads, maintains his sunny, leads, sunny temperament, clear, warm, helpful, guide. എത്രയുണ്ട്? Pleasant. You can write anything. ഏതെങ്കിലും എഴുതിക്കോ. ജോയലേ എന്തേ എഴുതിയ എല്ലാവരും? എനിക്ക് ഷാനിഫിനെയും നിജാദിനെയും അഫ്രാസിനെയും ജീവനൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഇനി ക്ലാസ്സിൽ വീഡിയോ ഓൺ ചെയ്തിരിക്കാത്തവരെ ഞാൻ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ചെയ്യും. എത്ര പ്രാവശ്യം പറയേണ്ടത്? ക്ലിയർ ആവുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആവുന്നില്ലേ? Okay, write teachers, first column. Teachers എന്നുള്ള കോളത്തിൽ എഴുതുക. First one, nurtures. And second one, encourages. എഴുതുന്നുണ്ടോ മോൻ? വേണ്ട, ഇപ്പൊ എഴുതും. Teachers, nurtures, encourages, then okay, come back. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? Okay, teachers. First one, teachers, nurtures, encourages, leads, comma, guide, comma, pleasant. എഴുതുന്നുണ്ടോ അശ്വിൻ? Okay, and next one, seasons. Next column, seasons. Seasons. Spring, summer, right? Spring, summer, winter, fall, then snowing. That's enough. Okay, all of you finished? Spring, summer, winter, fall, snowing. Okay. Okay, all of you finished? And which is our next work? Which is our next work? B. Complete this web diagram to show what a teacher does
for her or his students. അല്ലേ? അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, വെബ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതിന് മിഡിൽ ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? വാട്ട് എ ടീച്ചർ ഡസ്. എന്തൊക്കെയാണ് ഒരു ടീച്ചർ ചെയ്യുന്നത്? തന്റെ കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. എൻകറേജസ്. She encourages her children. Okay, she encourages her children. And which is the second one? She nurtures the children. She nurtures the children. Then she leads the children to right path. You can write anything. Maintains a sunny temperament. Maintains a happy atmosphere. She guides her students. എഴുതടോ ശ്രീ വിഷ്ണുവേ. എന്തൊക്കെയാണ്? Encourages, nurtures, then guides. ഓരോന്ന് എഴുതണേ. ഹരിനന്ദ് എഴുതുന്നേ. ഹരിനന്ദ്. Then maintains sunny temperament. Maintains sunny temperament. Then comma. Maintains happy atmosphere. Maintains happy atmosphere. Then helps her children. Helps her children. Then keeps students comfortable. Keeps students comfortable. That's enough. Okay, all of you finished? She encourages, nurtures, guides, maintains sunny temperament, maintains happy atmosphere, helps her children, keeps students comfortable. Okay. Have you finished? Say yes or no. Okay. Then we completed that poem. We are not going to take the enrichment activities. Okay, enrichment activities എടുക്കുന്നില്ല. എക്സാമിന് വരുന്നതല്ല. Okay. Then take the next page. Page number 41. Our third unit, family fun. Family fun. Get set. Okay, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അല്ലേ? 4 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. Okay, shall we wind up the class? Shall we wind up the class? Yes. ശ്രീവിഷ്ണു ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് നേരത്തെ മുതലേ. Okay, bye. See you in the next class. Poem വായിച്ചിട്ട് വരിക. You have to read that poem minimum 3 times. Okay. The next class, next Monday, ഒരു special class എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ young uncle goes to his village. Section 1 in our third unit എടുക്കാം. Okay, bye.